السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ബർക്കത്തുള്ള ഒരു മജ്ലിസായി ഈ സദസ്സിനെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിൽ ഇന്നു വരെ നാം അനുഷ്ഠിച്ച മുഴുവൻ നോമ്പുകളും മറ്റെല്ലാ ആരാധനകളും അതിനെന്തൊക്കെ കുറ്റവും കുറവുകളും ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച് കാരുണ്യവാനായ റബ്ബ് പരിപൂർണമായ അമലുകളായി സ്വീകരിക്കുമാറാവട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സുപ്രധാനമായ കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. ബാല്യത്തിന്റെ മാനസികമായ നിസ്സഹായതയും വാർദ്ധക്യത്തിന്റെ ശാരീരികമായ നിസ്സഹായതകൾക്കുമിടയിൽ മാനസികമായും ശാരീരികമായും ഒരു മനുഷ്യന്റെ ഏറ്റവും ശക്തമായ കാലഘട്ടമാണ് യുവത്വം. അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനും യുവാവായിരിക്കാൻ എപ്പോഴും ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെയാണ് പടച്ച റബ്ബ് സ്വർഗത്തിലെത്തുന്ന എല്ലാ മനുഷ്യന്മാരും എപ്പോഴും യുവാക്കളും യുവതികളുമായിരിക്കും എന്നാണ് പഠിപ്പിച്ചത്. ഒരിക്കലും അവർക്ക് പ്രായമാവുകയില്ല, വയസ്സാവുകയില്ല. നല്ല ചുറുചുറുക്കുള്ള ശക്തിയുള്ള നല്ല യുവത്വത്തിലായിരിക്കും അവരെപ്പോഴും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. യുവത്വം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലമായത് കൊണ്ട് തന്നെ പരീക്ഷണത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ട മനുഷ്യൻ ഏറ്റവും ശക്തമായ പരീക്ഷണത്തിന് വിധേയരാകുന്നത് യുവത്വകാലത്താണ്. അവന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, അതിന് കഴിവും സ്വാതന്ത്ര്യവുമുള്ള കാലത്ത് അവൻ അവന്റെ വിശ്വാസത്തിന് വില കൽപ്പിക്കുന്നുണ്ടോ എന്ന് പടച്ച റബ്ബ് ഏറ്റവും ശക്തമായി പരീക്ഷിക്കുന്ന ഒരു കാലമാണ് ഒരു മനുഷ്യന്റെ യുവത്വകാലം. അതുകൊണ്ട് തന്നെ യുവത്വത്തിലെ പരീക്ഷയ്ക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മാർക്ക് കൂടുതലുണ്ട്. വാർദ്ധക്യകാലത്ത് ഒരു തസ്ബീഹുമാലയുമായി പള്ളിയുടെ മൂലയിലേക്ക് താമസം മാറ്റുന്നവനേക്കാൾ കൂലിയുണ്ട് യുവത്വത്തിന്റെ കാലത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്നവൻ. നാളെ മഹ്ശറയിൽ അള്ളാഹുവിന്റെ അർശിന്റെ തണല് കൊടുത്ത് അള്ളാഹു തആല ആദരിക്കുന്ന ചില ആളുകളുണ്ടല്ലോ. ആ ആദരിക്കുന്നവരിൽ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന്റെ യുവത്വകാലം അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടാണ് അവൻ ചെലവഴിച്ചത്. അങ്ങനെയുള്ള ഒരു യുവാവിന് നാളെ പരലോകത്ത് അർശിന്റെ കൂലിയുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുക എന്നത് അത് ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസകരമായ ഒരു കാലമാണ്. പ്രലോഭനങ്ങളും പല രൂപത്തിലുള്ള പ്രലോഭനങ്ങളും തിന്മയിലേക്ക് അവനെ പിടിച്ചു കൊണ്ടുപോകാൻ അവന്റെ മുന്നിലുള്ള ഒരു സമയത്ത് ആ പ്രലോഭനങ്ങളോട് പൊരുതി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുക എന്നത് നിസ്സാരമായ ഒരു സംഗതിയല്ല. നടന്നു പോകുന്ന വഴിയെ അവനെതിരെ ഒരു പെണ്ണ് നടന്നു വരുന്നത്, ആവശ്യത്തിന് വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത, അനാവശ്യത്തിന് വസ്ത്രം ധരിച്ച ഒരു പെണ്ണ് നടന്നു വരുമ്പോ അവിടെ ഒന്ന് നോക്കാം, അതെന്താ സാധനം എന്നറിയാം.
രണ്ടാമത്തെ നോട്ടത്തിന് അവന്റെ കണ്ണുകൾ അവളിലേക്ക് പാറിപ്പോകുമ്പോൾ അത് നോക്കാൻ പാടില്ല, എനിക്കത് കാണാൻ പാടില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ആ കണ്ണിനെ പിൻവലിക്കുന്നവൻ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലത്തിന് അർഹനാണ് എന്ന് പഠിപ്പിക്കുമ്പോ അതത്ര എളുപ്പമുള്ള കാര്യമില്ലാന്ന് ഒരു ചെറുപ്പക്കാരനറിയാം. ഒരു 40, 50, 60 വയസ്സുള്ള ആൾക്ക് ഒരു പക്ഷേ എന്താ അങ്ങോട്ട് നോക്കാതെ കൂടെ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ 20, 25, 30, 35 ഒക്കെ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് നോക്കാതിരിക്കൽ ഇത്തിരി പ്രയാസമുള്ള കാര്യം തന്നെ. അതുകൊണ്ടാണ് അള്ളാഹു യുവത്വത്തിനും യുവാക്കൾക്കും പ്രത്യേകമായ ഒരു പരിഗണന നൽകുകയും അവർക്ക് അള്ളാഹു അധികമായ പ്രതിഫലം വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല കഥ പറഞ്ഞ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥയിൽ ഒരു രാജാവിന്റെ അതിക്രമത്തോട് പ്രതികരിച്ച് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി നാട് വിട്ട് ഒരു ഗുഹയിൽ താമസിക്കേണ്ടി വന്ന അള്ളാഹു വിശാലമായി കഥ പറഞ്ഞ ആ ജനക്കൂട്ടത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇന്നഹും ഫിത്യത്തുൻ, അവർ ചെറുപ്പക്കാരായിരുന്നു, അവർ യുവാക്കളായിരുന്നു, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചു. അപ്പോൾ അള്ളാഹു അവർക്ക് സ്ഥൈര്യവും ധൈര്യവും നൽകി എന്നാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. അപ്പോ മായ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രായത്തിൽ ഒരാൾ ചെയ്യുന്ന നന്മകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായ പ്രതിഫലമുണ്ട് എന്ന് ഇസ്ലാം നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തേത്, ഈ യുവത്വത്തിന്റെ കാലത്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് അവർ നന്മയേക്കാളേറെ പലപ്പോഴും തിന്മ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? പലപ്പോഴും നമ്മുടെ സമൂഹം പ്രസംഗിക്കാരൊക്കെ വിഷയം തരുമ്പോ എപ്പോഴും പറയാത്ത വിഷയം തരും യുവാക്കളുടെ അധാർമികതയെ കുറിച്ച് സംസാരിക്കണം. സത്യത്തില് യുവാക്കൾ അത്രമാത്രം അധാർമികതയിൽ പെട്ടുപോയിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ നാട്ടില് ഇത്തിരി വിദ്യാർത്ഥികൾ തമ്മിലുള്ള കലാപത്തിൽ ഒരു കുട്ടി കൊല്ലപ്പെട്ടു. ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ ഇത്തരം അപാകതകളൊന്നും ഇല്ലാതെ ജീവിക്കുമ്പോഴും സമൂഹത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന പുഴുക്കുത്തുകൾ അത് മുഴുവൻ കുട്ടികളുടെ മേലിലും അടിച്ചേൽപ്പിക്കുന്ന ചില ചർച്ചകളൊക്കെ നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് യുവാക്കളെ കുറിച്ചുണ്ടാവാറുണ്ട്. ഞാൻ ആലോചിക്കാറുണ്ട്, ഞങ്ങളുടെ നാട്ടില് ഈ കഴിഞ്ഞ പ്രാവശ്യം മേപ്പാടിയിലെ ഉരുൾപൊട്ടലുണ്ടായപ്പോ ആ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയ പലരുടെയും മൃതശരീരങ്ങൾ ഒഴുകി വന്നത് ഞങ്ങളുടെ നാട്ടിലൂടെയാണ്. പോത്തുകല്ലിലൂടെ, ചാലിയാറിലൂടെയാണ് വേർപെട്ടു പോയ കയ്യും കാലുമൊക്കെ വേർപെട്ട ആ ശരീരങ്ങൾ പലതും ഒഴുകി വന്നത്. ആ ഒഴുകി വന്ന ശവശരീരങ്ങളിൽ പലതും പുഴയുടെ ഓരത്ത് മണലിൽ അടിഞ്ഞു. ചിലതൊക്കെ പാറപ്പൊത്തുകളിലായിരുന്നു, ചിലതൊക്കെ മരക്കൊമ്പിലായിരുന്നു, ചിലതിന്റെ മേതെ മണ്ണ് വന്ന് അടിഞ്ഞ് ഒരു വിരലിന്റെ തലയൊക്കെയാണ് പുറത്തേക്ക് കണ്ടിരുന്നത്. അതും 4-5 ദിവസത്തിന് ശേഷം ഈ ദുർഗന്ധം വമിക്കുന്ന മൃതശരീരങ്ങൾ തേടി ദുർഘടമായ പുഴകളിലൂടെ, കാടുകളിലൂടെ കിലോമീറ്റർ നടന്ന് പട്ടിണി കടന്ന് സഞ്ചരിച്ചവരെ ഞാൻ നോക്കി നിൽക്കുന്നുണ്ട്. അവരിൽ മഹാഭൂരിപക്ഷവും 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരായിരുന്നു. രാവിലെ കാലിച്ചായ കുടിച്ച് പോത്തുകല്ലങ്ങാടിയിൽ നിന്ന് കാലിച്ചായ കുടിച്ച് അവർ നടക്കാൻ തുടങ്ങിയതാ. രാത്രി അവർ തിരിച്ചെത്തുമ്പോ അവരുടെ തോളത്ത് കെട്ടിയ ഒരു മുളയുടെ തലക്കൽ ഒരു മുണ്ടിന്റെ ഒരു കെട്ടുണ്ട്. ആ കെട്ടില് ഒരു മയ്യത്തുണ്ട്, ഒരു മയ്യത്തിന്റെ ശരീരഭാഗങ്ങളുണ്ട്. അത് അലിഞ്ഞു പോയിട്ടുണ്ട്. അത് 3-4-5 ദിവസങ്ങൾ കൊണ്ട് അത് വല്ലാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അതിന്റെ ദുർഗന്ധം കിലോമീറ്ററുകളുടെ ദൈർഘ്യത്തിൽ എത്തുന്നുണ്ട്. അത് ചുമലിലെത്തിയ ചെറുപ്പക്കാരൊക്കെ പിന്നെ ഭക്ഷണം കഴിച്ചത് ദിവസങ്ങൾക്ക് ശേഷമാണ്. അവരാരും പ്രായമുള്ളവരായിരുന്നില്ല, നല്ല ചെറുപ്പത്തിന്റെ പ്രസരിപ്പുള്ള നല്ല ചെറുപ്പക്കാരായിരുന്നു. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു കൃത്യമായ അജണ്ട വെച്ചു കൊടുത്താൽ ആ ചെറുപ്പക്കാർ നമ്മളെ വിസ്മയിക്കും. നമ്മുടെ നാട്ടിലെ IT പാർക്കുകൾ, നമ്മുടെ നാട്ടിലെ പുതിയ പുതിയ സംരംഭങ്ങൾ, നിങ്ങൾ അതിന്റെ ഓഫീസിലേക്ക് കയറി നോക്കൂ. പ്രസരിക്കുന്ന 20, 25, 30 വയസ്സുള്ള ചെറുപ്പക്കാരുടെ കൃത്യമായ അധ്വാനം കൊണ്ടാണ് പലതും ഭംഗിയായി നടക്കുന്നത്. ആരാണ് പറഞ്ഞത് നമ്മുടെ ചെറുപ്പത്തിന് അത്രമാത്രം അധാർമികത ബാധിച്ചിട്ടുണ്ട്? അധാർമികതയുടെ കണക്കെടുക്കുമ്പോ ചെറുപ്പവും വാർദ്ധക്യവും ഒന്നും വ്യത്യസ്തമാവില്ല. എല്ലാവരിലും അതിൻ്റെതായ ചില കേടുകൾ ഉണ്ടാവും. അത് എല്ലാവരെയും
അടിച്ചാക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് എന്ന് മാത്രം. ഒരു കാര്യം സത്യം, നമ്മുടെ യുവത്വത്തിന് കൃത്യമായ ഒരു അജണ്ട നിശ്ചയിച്ചു കൊടുക്കാൻ നമുക്കായ ആ ചെറുപ്പം നമ്മളെ അത്ഭുതപ്പെടുത്തും. എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ, ഹൈസ്കൂളുകളിലെ, ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ പിരിവെടുത്ത് അവരുടെ കൂട്ടുകാർക്ക് വീട് വെച്ചു കൊടുത്ത്, അവരുടെ കൂട്ടുകാർക്ക് ചികിത്സിക്കാൻ പണമുണ്ടാക്കി, അവരുടെ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് അവർ വീടുണ്ടാക്കി കൊടുത്ത്, ഓരോ ഉത്സവങ്ങൾക്കും അവർ പിരിവെടുത്ത് ഭക്ഷണം എത്തിച്ചു കൊടുത്ത് എന്തൊക്കെ ഉണ്ടായി. അതൊക്കെ എന്തേ നമ്മൾ കാണാതെ പോയത്? പലപ്പോഴും നന്മകളെ കാണാൻ സമൂഹത്തിന് കണ്ണില്ലാതെ വരികയും തിന്മകളെ വലുതായി കാണുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സാഹചര്യം നമ്മുടെ മുമ്പിലുള്ളത് ഇത്തിരി അപകടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നല്ലത് ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് തോന്നുകയാണെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്താലും അത് കുറ്റമായിട്ട് വ്യാഖ്യാനിക്കാം. അതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് പോകണ്ട. അവര് പള്ളിയിൽ വരുന്നില്ല, അവർ യോഗത്തിന് വരുന്നില്ല, അവര് ക്ലാസ്സിന് വരുന്നില്ല, അവരെ എവിടെയും കാണുന്നില്ല, അവരെവിടെയോ ആണ്. കാരണം മറ്റൊന്നല്ല, അവരെ ആക്ഷേപിക്കുന്ന ഒരു സാമൂഹിക മനസ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. വർത്തമാനകാലത്ത് നമ്മുടെ ബാല്യ കൗമാര യുവത്വങ്ങൾ മുതിർന്നവർ പഠിപ്പിക്കുന്ന വഴിയിൽ നിന്ന് അകന്ന് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുകയും അവർ മറ്റൊരു വഴിയിലൂടെ പോവുകയും ചെയ്യുന്നുണ്ട് എന്നത് ഒരു സത്യമാണ്. അതിന്റെ കാരണം എന്താണ് എന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ കുട്ടികളൊക്കെ പാറിയ മുടിയും കീറിയ പാന്റും ഒക്കെ ഇട്ട് അങ്ങാടിയിലൂടെ നടക്കുന്നത് വാർദ്ധക്യത്തിന്റെ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന് കൊണ്ടല്ല, പണത്തിന്റെ ദാരിദ്ര്യം കൊണ്ടല്ല. പക്ഷെ അവർക്ക് മുമ്പിൽ ഒരു വലിയ ദാരിദ്ര്യമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് മുമ്പിലെ വലിയ ഒരു ദാരിദ്ര്യമുണ്ട്. അതെന്തൊക്കെ കാര്യം? അറബിയിലൊരു കവിതയുണ്ട്. ആ കവിതയുടെ ആശയം ഇങ്ങനെയാണ്: യതീം എന്ന് പറഞ്ഞാൽ ഇന്നൽ യതീമല്ലദീ മൻ മാത വാലിദുഹു. സാങ്കേതികമായി യതീം എന്ന് പറഞ്ഞാൽ ബാപ്പ മരിച്ച പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിക്കാണ് സാങ്കേതികമായി യതീം എന്ന് പറയുന്നത്. എന്നാൽ ആധുനിക കാലത്തിലെ യതീം എന്ന് പറഞ്ഞ ആരാധനകള് ഇൽമും അദബും. ഇൽമ് എന്ന് പറഞ്ഞ അറിവ്, അദബ് എന്ന് പറഞ്ഞ മര്യാദ. ഈ ഇൽമും അദബും പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്ത കുട്ടിയാണ് വർത്തമാനകാലത്തിന്റെ യതീമ. നമ്മളെ കുട്ടികളൊക്കെ യതീമ. അവന് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. വാപ്പ പറയണേ ഓരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മ പറയണേ ഞാൻ ഓരോട് പറച്ചിൽ നിർത്തി. അധ്യാപകര് എന്നോ നിർത്തി. നാട്ടിലെ കാരണവന്മാരും പള്ളി കമ്മിറ്റിക്കുമാരൊക്കെ അതെപ്പോഴേ അവസാനിപ്പിച്ചു. നമ്മുടെ കുട്ടികളോട് അരുതെന്ന് പറയാൻ, വേണ്ടെന്ന് പറയാൻ, വേണമെന്ന് പറയാൻ ഈ നാട്ടിൽ ആരാണ്ട്? അവർ പഠിക്കുന്ന KG മുതൽ PG വരെയുള്ള സിലബസിൽ എവിടെയെങ്കിലും ധാർമ്മികതയുടെ, മാനവികതയുടെ ഒരു പാഠമെങ്കിലും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വരിയെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കി. നമ്മുടെ കുട്ടികൾക്ക് KG ക്ലാസ് മുതൽ അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ, അതിനപ്പുറത്തേക്ക് PhDക്ക് വരെ പഠിക്കുന്ന കുട്ടികൾ, അവർ പഠിക്കുന്ന പാഠപുസ്തകങ്ങള് നിങ്ങൾ വെറുതെ ഒന്ന് വിരൽ വെച്ച് വായിച്ചു നോക്കി. മാനവികത പറഞ്ഞു കൊടുക്കുന്ന ഒരു പാഠങ്ങളുണ്ട്. 21-ാം വയസ്സിൽ ജീവിതം സെറ്റതാണ്. അതായത് 21 വയസ്സാകുമ്പോഴേക്ക് നമ്മുടെ കുട്ടി ശമ്പളം വാങ്ങി തുടങ്ങണം. അതിന് പറ്റിയ വിദ്യാഭ്യാസമാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയത്. ഈ വിദ്യാഭ്യാസ സംവിധാനം ആകാശത്ത് നിന്ന് ഇറങ്ങിയതല്ല. നമ്മൾ ഉണ്ടാക്കിയത് പാഠ്യപദ്ധതി, നമ്മൾ ഉണ്ടാക്കിയത് കരിക്കുലം. ആ കരിക്കുലത്തിലും പാഠ്യപദ്ധതിയിലും നമ്മുടെ കുട്ടിയെ ഒരു മനുഷ്യനാക്കുന്ന ഒരു പാഠം പോലും ഉൾപ്പെടുത്തിയില്ല. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞു, വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം മനുഷ്യനെ ഉണ്ടാക്കലാണ്. എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം? മനുഷ്യനെ ഉണ്ടാക്കലാണ്. എന്നിട്ട് അതിന് ശേഷം പറഞ്ഞു, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുറക്കുമ്പോൾ 1000 ജയിലുകൾ അടക്കുന്നവന്. ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം 1000 ജയിലുകൾ അടക്കാൻ കാരണമാകുന്ന, ഇപ്പൊ തിരിച്ചാൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടെങ്കിൽ അതിന്റെ ചുറ്റുഭാഗത്ത് 1000 ജയിലുകൾ തുറക്കേണ്ട പരിസ്ഥിതി. എന്താ കാരണം എന്നറിയോ? മനുഷ്യനാക്കുന്ന വിദ്യാഭ്യാസമല്ല നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത്. അവരെ പണമുണ്ടാക്കുന്ന മെഷീനുകളാക്കാൻ എന്തൊക്കെ സൂത്രവാക്യങ്ങൾ പഠിപ്പിക്കണോ അതാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ മാറ്റിവെച്ച വിദ്യാഭ്യാസം. എന്നിട്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുക. അവർ മനുഷ്യരാവുന്നില്ല, അവർ മാതാപിതാക്കളെ നോക്കുന്നില്ല, അവർ മുതിർന്നവരെ ബഹുമാനിക്കുന്നില്ല, അവർ കാര്യങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയോ ഈ വിശുദ്ധ റമദാൻ
ഈ റമദാനിൽ അല്ലാഹു തആല എന്തൊക്കെ നമ്മളോട് കൽപ്പിച്ച്? നല്ല ചൂടുള്ള പകൽ സമയത്ത് വെള്ളം കുടിക്കാൻ പാടില്ല. പകല് എന്തോ ദാഹം. ഞാനിന്ന് തലശ്ശേരിയിൽ നിന്ന് രാവിലെ എന്റെ നാട്ടിൽ നിന്ന് തലശ്ശേരിയിൽ പോയി. തലശ്ശേരിയിലേക്ക് 150 കിലോമീറ്റർ ഓടണം. തലശ്ശേരിയിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ എത്തുമ്പോ 100 കിലോമീറ്റർ. തൊണ്ട വരണ്ടു പോവുക. വെള്ളം കിട്ടാനുണ്ട് എല്ലായിടത്തും. എന്നോട് റബ്ബ് പറഞ്ഞു, വെള്ളം കുടിക്കരുത്, വെള്ളം കുടിക്കരുത്. ഞാൻ കുടിച്ചില്ല. വിശക്കുന്നുണ്ട്. റബ്ബ് പറഞ്ഞു ഭക്ഷണം കഴിക്കരുത്, കഴിക്കുന്നില്ല. രാത്രി ഉറങ്ങിയിട്ടേ ഏതൊരു മനുഷ്യനും ഏറ്റവും സുന്ദരമായി ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന സമയമല്ലേ ആ സുബഹിന്റെ മുമ്പുള്ള സമയം? 4-4:30 ആ സമയത്ത് പടച്ചോൻ എണീക്കാൻ പറഞ്ഞു. എണീക്കാൻ നമ്മൾ എണീറ്റ് ഉറക്കച്ചടവെന്ന് എണീറ്റ്. എന്നിട്ട് എന്താ പറഞ്ഞാലോ? ചോറുന്നാൻ. ലോകത്ത് ഒരു ജീവിയും ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത 4:45 നമ്മൾ റബ്ബ് ചോറ് തീറ്റി. നമ്മൾ ചോറുന്നത് ഈ നോമ്പ് ഇങ്ങനെ പറഞ്ഞിട്ട് എന്തിനാണ് അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് പറഞ്ഞിടത്ത് ഇത്രയും പ്രയാസമുണ്ട്. പകൽ വെള്ളം കുടിക്കുന്നതോ, വിശക്കുമ്പോ ഭക്ഷണം കഴിക്കരുത് എന്നതോ, 4:45 എണീക്കാൻ പറഞ്ഞതോ, ഈ 4:45 ചോറുന്നാൻ പറഞ്ഞതോ, ഇതൊക്കെ എളുപ്പം. എന്താ അല്ലാഹു ഉദ്ദേശിച്ചത്? വേറൊന്നുമല്ല, പച്ച പകല് നല്ല പച്ചവെള്ളം കുടിക്കരുത് എന്ന് അല്ല എന്നോട് പറയുമ്പോ ഞാനത് കുടിക്കാതിരിക്കുമ്പോ പിന്നെ അല്ല കുടിക്കരുത് എന്ന് പറഞ്ഞ മദ്യം ഞാൻ എങ്ങനെ കുടിക്കാം? വെള്ളം എനിക്ക് അനുവദിക്കപ്പെട്ട സാധന. ആ സാധനം റബ്ബ് കുടിക്കരുത് എന്ന് പറയുമ്പോ ഞാനത് കുടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാലത്തും കുടിക്കരുതെന്ന് റബ്ബ് പറഞ്ഞ മദ്യത്തിലേക്ക് ഞാൻ എങ്ങനെ പോകാം? എന്റെ പണം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ അനുവദിക്കപ്പെട്ട ഭക്ഷണം എന്റെ വീട്ടിലുണ്ടായിരിക്കെ എന്റെ റബ്ബ് പറയാണ് അത് തിന്നരുത്. അത് തിന്നാതിരുന്ന ഞാനെങ്ങനെ പിന്നെ ഹറാമായ പണം തിന്ന്? ജീവിതത്തിൽ ഗുണകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാനാണ് ഇത്തിരി പ്രയാസം തോന്നിപ്പിക്കുന്ന നിയമങ്ങൾ അല്ലാഹു തആല ആവിഷ്കരിച്ചത്. പക്ഷേ ആത്യന്തികമായി നിങ്ങൾക്ക് അതുകൊണ്ട് നന്മയാണ് കിട്ടുക, എളുപ്പമാണ് കിട്ടുക. എന്തിനാ ഞാൻ പറഞ്ഞല്ലോ? ഏതൊരു മനുഷ്യൻ നന്നാവണമെങ്കിലും അവന്റെ ജീവിതത്തിൽ നിർദ്ദേശങ്ങൾ കിട്ടണം, നിരോധങ്ങൾ ഉണ്ടാവണം, നിയമങ്ങൾ ഉണ്ടാവണം. ഇതാണ് ഒരു മനുഷ്യനെ നന്നാക്കുക. എനിക്കറിയില്ലേ, ഈ ലോകത്ത് ഇബ്നു ആദം എന്നറിയപ്പെടുന്ന ആധുനിക മനുഷ്യൻ, ഈ മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലങ്ങൾ? നമ്മുടെ ഭൗതിക ശാസ്ത്രം പറയുന്നവർക്ക് 2 ലക്ഷം കൊല്ലം 3 ലക്ഷം കൊല്ലം മുമ്പൊക്കെ ആസ്തലോപ്പിന്റെയൊക്കെ ഒന്നും ഈ കഥയിലില്ല. ആദമിന്റെ മക്കൾ എന്നറിയപ്പെടുന്ന ആധുനിക മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 25,000-ന്റെയും 30,000-ന്റെയും കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ളൂ. നീട്ടിപ്പിടിച്ചാൽ ഒരു 30,000 കൊല്ലം, ചുരുക്കി പിടിച്ചാൽ ഒരു 25,000 കൊല്ലം. അത്രയേ ഉള്ളൂ ആദമിന്റെ മക്കൾക്ക് ഈ ഭൂമിയിലുള്ള ദൈർഘ്യം. ഈ 25,000 കൊല്ലത്തിന്റെ ഇടയ്ക്ക് അള്ളാഹു ഈ ലോകത്തിലേക്ക് എത്ര പ്രവാചകന്മാരെ അയച്ചു? നമ്മൾ പഠിച്ചു. എത്ര പഠിച്ചു? 1,00,000 കൃത്യമായ കണക്കില്ലെങ്കിലും 1,00,000-ലേറെ പ്രവാചകന്മാരെ മനുഷ്യർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ അള്ളാഹു ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചു. എത്ര കാലത്തിന്റെ ഇടയ്ക്ക്? 25,000 കൊല്ലത്തിന്റെ ഇടയ്ക്ക്. 25,000 കൊല്ലത്തിന്റെ ഇടയ്ക്ക് 1,00,000-ലേറെ പ്രവാചകന്മാരെ അല്ലാഹു തആല ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചു. എന്തിന്? മനുഷ്യന്മാർക്ക് വീടുണ്ടാക്കി കൊടുക്കാനാ? ഭക്ഷണം കൊടുക്കാനല്ലല്ലോ. അവർ തെറ്റിയപ്പോൾ അവർ തിരുത്താൻ. അപ്പൊ മനുഷ്യനാണ്, മനുഷ്യന് തെറ്റുകൾ ഉണ്ടാവും. ആ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ മനുഷ്യനെ കൃത്യമായി തിരുത്തിക്കൊണ്ടിരിക്കണം. അവന് നിയമങ്ങൾ ഉണ്ടാവണം, അവന് നിർദ്ദേശങ്ങൾ ഉണ്ടാവണം, അവന് നിരോധങ്ങൾ ഉണ്ടാവണം. അതാണ് മനുഷ്യനെ നന്നാക്കാനുള്ള മാർഗം. ഇന്നത്തെ യുവത്വത്തെ ആരാ ഉപദേശിക്കാനുള്ളത്? ആരാണ് അവർക്ക് നിയമങ്ങൾ കൊടുക്കാനുള്ളത്? ആരാ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ളത്? ഇല്ലല്ലോ. നമ്മൾ ആദ്യമേ വിധി എഴുതി ഓര് നന്നാവൂല, ഓരൊക്കെ പഴിച്ചുപോയി, ഓരൊക്കെ വഴിതെറ്റി, ഓരെ കിട്ടൂല, ഓരെ പള്ളിക്കൽ കാണാനല്ല, ഓരവിടെ കാണാനല്ല. നമ്മള് 50 വയസ്സിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോ 25ന്റെ വയസ്സിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമുക്ക് 25നെ ഉൾക്കൊള്ളാൻ പറ്റണം. പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സുകൾ ചിലപ്പോൾ ടർഫിലേക്ക് മാറ്റേണ്ടി വരും. പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സുകൾ ചിലപ്പോൾ ബീച്ചിലേക്ക് മാറ്റേണ്ടി വരും. കാരണം
ആ തലമുറ ചിന്തിക്കുന്ന തലത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമ്പോഴേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അവർ നമ്മുടെ കൂടെ വരും. ഓനെങ്ങനെ വലിച്ചു പിടിച്ച് ഇന്റെ കൂടെ വാ എന്ന് പറഞ്ഞാൽ വലിച്ചവരെ കിട്ടൂല. അവരുടെ കൂടെ പോയി അവർക്ക് വേണ്ടത് കൊടുക്കാൻ നമുക്ക് പറ്റണം. നമ്മളെപ്പോഴും പറയുന്നില്ലേ, മാറേണ്ടത് യുവാക്കളാണ് എന്ന് പറയുമ്പോൾ തന്നെ മാറേണ്ടത് നമ്മൾ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായ നിർദ്ദേശങ്ങളും കൃത്യമായ ഉപദേശങ്ങളും കൃത്യമായ നിരോധങ്ങളും കൃത്യമായ നിയമങ്ങളും മനുഷ്യർക്ക് കിട്ടേണ്ട സമയത്ത് കൃത്യമായിട്ട് കിട്ടിയാലേ മനുഷ്യൻ നന്നാവും. കൊല്ലത്തില് എല്ലാ കൊല്ലത്തിലും ഒരു മാസം അല്ലാഹു തആല നിയമങ്ങളുടെ കാർക്കശ്യമുള്ള റമദാൻ മാസം നമ്മുടെ ജീവിതത്തിൽ തരുന്ന എന്തിനാണ്? ഒരു ജന്മത്തിന് ഒരു കൊല്ലം തന്നാ പോലെ റമദാൻ മാസം എന്തിനാ കറങ്ങി വരുന്ന ഓരോ കൊല്ലത്തിലും എന്തിനാ റമദാൻ മാസം? 11 മാസം കഴിയുമ്പോ നമ്മുടെ ജീവിതത്തിലെ ചില മാറ്റങ്ങൾ ഉണ്ടാവും. ഈ റമദാനിൽ നേടിയ നമ്മുടെ ഈമാൻ ഉണ്ടല്ലോ, അതിന് കുറവ് വരും. അപ്പോ അത് പുതുക്കാൻ മറ്റൊരു റമദാൻ, നിയമത്തിന്റെ കാർക്കശ്യമുള്ള നിർദ്ദേശങ്ങളുടെ കാർക്കശ്യമുള്ള ഒരു റമദാൻ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തരും. ഇത് വെറുതെ അല്ല, ഇതൊരു പാടാ. ആർക്കറിയോ? നമുക്ക് പാടാ. നമ്മുടെ വീട്ടിലെ കുട്ടികൾ, ഈ യുവാക്കൾ എന്ന് പറഞ്ഞാല് ഏതെങ്കിലും പടക്കും തലികയിൽ വന്നിറങ്ങിയ സാധനങ്ങളല്ല. നമ്മുടെയൊക്കെ വീട്ടിൽ വളർന്ന് നമ്മുടെ മടിയിൽ കിടന്ന് നമ്മുടെ വിരല് പിടിച്ച് നടന്ന് നമ്മുടെ തോളത്ത് തൂങ്ങി നമ്മുടെ മടിയിൽ കിടന്നുറങ്ങി നമ്മുടെ നെഞ്ചത്ത് പറ്റിപ്പിടിച്ചുറങ്ങി നമ്മളെ കാണാതിരിക്കുമ്പോ കണ്ണു നിറഞ്ഞ് നമ്മുടെ കൺമുമ്പിലൂടെ വളർന്നവരാ ഈ യുവാക്കളൊക്കെ. എവിടെയാണ് അവർ വഴിമാറിപ്പോയത്? എവിടെയാണ് അവർ നമ്മുടെ കൈവിരലിലെ പിടുത്തം വിട്ടുപോയത്? എവിടെയാണ് അവർ നമ്മുടെ നെഞ്ചിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ടത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ ആൾക്കാർ പറയാറുണ്ട്, അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം, കവുങ്ങായാലും എന്താ ചെയ്യാൻ? അല്ലാഹു തആല ഈ യുവാക്കളെ കവുങ്ങളായിട്ടല്ല പഠിച്ചത്. നല്ല അടക്ക പരുവത്തിലാ, നെക്കിയ പൊട്ടുന്ന കളിയടക്കയുടെ പരുവത്തിലായി മക്കളെ നമ്മുടെ കയ്യിൽ തന്നത്. പക്ഷേ സമൂഹത്തിലുണ്ടായ ഞാൻ ഈ പറഞ്ഞ മക്കൾക്ക് ധാർമ്മികത കൊടുത്ത് വളർത്തുന്നതിനപ്പുറം അവരെ എങ്ങനെ പണമുണ്ടാക്കാനുള്ള ഉപകരണങ്ങളാക്കി മാറ്റാം, അതിന് ഏത് വിദ്യാഭ്യാസം കൊടുക്കാം. സ്കൂളിൽ A+ന്റെ എണ്ണം കുറയാതിരിക്കാൻ 3-ാം ക്ലാസ്സിലെ മദ്രസ നിർത്തി നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ. അവർക്ക് 10 മുഴുവൻ ഓതാൻ അറിയില്ല. ശരിക്കൊന്ന് ഫാത്തിഹയ്ക്ക് ശേഷം 10 നിസ്കരിക്കാൻ അറിയില്ല. അവർക്ക് സക്കാത്ത് അറിയില്ല. UAE പാർക്കുന്ന എഞ്ചിനീയറായ ഒരു കുടുംബത്തിലെ ആ ആൺകുട്ടി ചെറുപ്പക്കാരൻ എന്നെ വിളിച്ച് ചോദിച്ചു, ഉസ്താദെ ഒരു സംശയം ഉണ്ടായിരുന്നു, UAE വിളിക്കണേ. ഞാൻ പരിചയപ്പെട്ടു ആളെ. അയാളും അയാളുടെ ഭാര്യയും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ എഞ്ചിനീയറിംഗിൽ ജോലി ചെയ്യാം, നല്ല ശമ്പളം, നല്ല വിദ്യാഭ്യാസമുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് സംശയം? എന്താ ചോദിച്ചറിയോ? റമദാനില് അല്ലെങ്കിൽ മറ്റുള്ള ദിവസങ്ങളില് ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ സുബഹി നിസ്കരിക്കണമെങ്കിൽ ശരിക്കും കുളിക്കണോ? ഞാൻ ചോദിച്ചു, മനസ്സിലായില്ല. ശരിക്കും കുളിക്കണോ വെച്ചാൽ അല്ല, ശരിക്കും കുളിക്കണോ? അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ എങ്ങനെ കുളിക്കൽ? അപ്പോൾ പറഞ്ഞു, ഞാൻ അരയുടെ താഴേക്ക് കഴുകിയിട്ട് നിസ്കരിക്കാനാണ്. എന്തൊക്കെയാണ് സംശയം? അപ്പോൾ സുഹൃത്ത് പറഞ്ഞോളോ, അങ്ങനെ പോരാ, ശരിക്കും കുളിക്കണം. അപ്പൊ തർക്കിച്ചത്രേ, അങ്ങനെ കുളിക്കണ്ട. അപ്പൊ സംശയം ചോദിച്ചതാ. ഞാൻ ചോദിച്ചു, എത്ര കൊല്ലായി കല്യാണം കഴിച്ചിട്ട്? 4 കൊല്ലേ. 4 കൊല്ലത്തെ ഓന്റെ നിസ്കാരം, ഓന്റെ ഇബാദത്ത്. എന്റെ കഥ എന്താ? ആരാ കുറ്റവാളി? ഓനാണോ കുറ്റവാളി? അവൻ പഠിച്ചിട്ടില്ല. എഞ്ചിനീയർ ആക്കാനുള്ള വല്ലാത്ത ബുദ്ധിയിൽ അവന്റെ മാതാപിതാക്കൾ അവനെ മതവിദ്യാഭ്യാസത്തിൽ നിന്നും പറിച്ചെടുത്ത് കൊണ്ടുപോയതാ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, യതീം എന്ന് പറഞ്ഞാല് പാപ്പല്ലാത്തവനല്ല, ഉമ്മല്ലാത്തവനല്ല. കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ ആളില്ലാത്ത ആ കുട്ടികളാണ് യതീമെങ്കിൽ നമ്മളിൽ പലരുടെയും കുട്ടികൾ യതീമാണ്. അവരോട് പറയാനാളില്ല. മുടിയൊക്കെ ഇങ്ങനെ വല്ലാത്ത കോലത്തിൽ വെട്ടി വരുമ്പോ, എടാ മോനെ അത് ശരിയല്ല എന്ന് പറയാൻ അവർ കാണില്ല. അവരുടെ കീശയിൽ വില കൂടിയ മൊബൈലുകൾ കാണുമ്പോ ഇത് എവിടുന്നാന്ന് ചോദിക്കാൻ ആളില്ല. വീട്ടിൽ വരാത്ത രാത്രിയിൽ മന്തിയും അതേപോലെ ഫാസ്റ്റ് ഫുഡുമായി അവർ പാതിരാത്രി വരെ കറങ്ങി നടക്കുമ്പോ നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കാൻ അവർ കാണില്ല. അവരുടെ കുറ്റമല്ല. എവിടെയോ ചില അപാകതകള് സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് തിരിച്ചെടുക്കാനുള്ള വഴിയെന്താ? തിരിച്ചെടുക്കാനുള്ള വഴിയെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുമ്പിൽ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് പ്രവാചകൻ പറയാറുണ്ട്, അദ്ദേഹം നല്ല ചെറുപ്പക്കാരനാണ്, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ വിളിച്ചിട്ട് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന്റെ മൂർധാവിൽ ഉമ്മ വെച്ചിട്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും യാ ഉലാം. യാ ഉലാം എന്ന് പറഞ്ഞാൽ തരങ്ങള് അതൊരു സ്നേഹത്തിന്റെ വിളിയാ. പൊന്നുമോനെ, നീ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ, എങ്കിൽ അല്ലാഹ് നിന്നെ സൂക്ഷിക്കും. നീ അല്ലാഹനെ സൂക്ഷിച്ചാൽ നിന്റെ മുമ്പിൽ പ്രതിസന്ധിയൊക്കെ അല്ലാഹുവിനെ നിനക്ക് ഇങ്ങനെ കാണാൻ പറ്റും. എന്തായാലും ഉപദേശം നമ്മുടെ മക്കളെ നന്നാക്കാനേ ഓരോ പിന്നാലെ CCTV വെച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, ആരെ കൊണ്ട് കഴിയില്ല, പോലീസിനും പട്ടാളത്തിനും കഴിയില്ല, ഒരു മാർഗമല്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ നിയമസഭയിൽ തിരക്കിട്ടൊരു ചർച്ച ഉണ്ടെങ്കിൽ യുവാക്കളിലേക്കുള്ള ലഹരിയുടെ ആധിക്യത്തെ കുറിച്ച ചർച്ച. പ്രതിപക്ഷം ഭരണപക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ചർച്ച ചെയ്തെങ്കിലും നിങ്ങൾ ആ ചർച്ച ശ്രദ്ധിച്ചോ? ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അങ്ങനെ ആലോചിച്ചിനി അതിന് അവസാനത്തിൽ ഇതിനൊരു പരിഹാരം പറയുകയായിരുന്നു. ഒരു പരിഹാരവും പറയല്ല, ഒരു പരിഹാരം പറയല്ല. ഈ ലഹരിയുടെ അതിപ്രസരത്തെ തടയാൻ എന്തെങ്കിലും ഒരു മാർഗം നിർദ്ദേശിക്കാൻ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്ക് സാധിച്ചിട്ടില്ല. അതാണ് ലോകം. അവിടെ ഞാൻ ഉപദേശിച്ചതായിട്ടുണ്ട്. ഈ ലോകത്ത് മനുഷ്യൻ നന്നാവാനും കേടുവരാനും രണ്ട് മാർഗമാണ്. ഒന്ന് അല്ലാഹു തആല പറയുന്നത് ഒരു വിഭാഗം ആളുകളുണ്ട്, അവര് എല്ലാ അതിർത്തികളെയും എല്ലാ നിരോധങ്ങളെയും തകർക്കുവാൻ ശ്രമിക്കുന്നവരാണ്. ലിബറലിസത്തിന്റെ ആളുകളാണ്. ഞാൻ എന്റെ ശരീരം, എന്റെ ഇഷ്ടം, എന്റെ സ്വാതന്ത്ര്യം, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അത് മറ്റവനെ കൊന്നിട്ടാണെങ്കിലും ശരി, അവനെ കൊള്ളയടിച്ചാണെങ്കിലും ശരി, എന്റെ ഇഷ്ടങ്ങൾ നടക്കണം. അങ്ങനെ ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട്. അവര് അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവർ എന്തു ചെയ്യും. അവർക്ക് മുമ്പിൽ വിരോധങ്ങളില്ല, നിരോധങ്ങളില്ല. ഈ കഴിഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി 1ാം വർഷ ക്ലാസ് നടക്കുമ്പോ ഒരു കോളേജിന്റെ മുമ്പിലൂടെ ഞാൻ പോകുകയാണ്. അന്ന് 1ാം വർഷ ക്ലാസ് തുടങ്ങുകയാണ്. അത് കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി കോളേജിന്റെ മുമ്പിൽ കൊട്ടും പാട്ടൊക്കെ ഉണ്ട്. എന്റെ വണ്ടി ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട്. ഞാൻ അവിടെ നിൽക്കുമ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇങ്ങനെ പല കൊടിയായിട്ട് കുട്ടികളെ മുട്ടായിക്കൊണ്ട് സ്വീകരിക്കുന്നുണ്ട്. ആ ക്യാമ്പസിന്റെ പേരുണ്ട് വലിയ ഒരു ബാനർ. അത് എല്ലാവരും കൂടി വെച്ച ബാനറാണ്, എല്ലാ പാർട്ടിക്കാരും. അതുകൊണ്ട് തർക്കമില്ലാത്ത എന്താ ബാനറിന്റെ എഴുതിയങ്ങള്? നവാഗതരെ അതിരുകളില്ലാത്ത ലോകത്തിലേക്ക് സ്വാഗതം. അതിരുകളില്ലാത്ത ലോകം എന്ന് പറഞ്ഞാൽ ആ ക്യാമ്പസിന് മതിലില്ലാന്നല്ല, അതിന് അതിർത്തില്ലാന്നല്ല, അതങ്ങനെ ആയിരക്കണക്കിന് ഏക്കറുണ്ടെന്നല്ല. അതിരുകളില്ലാത്ത, അതിര് എന്ന വാക്കിനെ ഒന്ന് മാറ്റി വായിച്ചോക്കെ. അരുതുകളില്ലാത്ത ലോകം. ഇവിടെ നിങ്ങൾക്ക് എന്തു ചെയ്യാം? അരുതെന്ന് പറയാം, വേണ്ടെന്ന് പറയാം, തെറ്റെന്ന് പറയാം. ഇവിടെ ആരുണ്ടാവില്ല. ആ ക്യാമ്പസിലേക്കാണ് നമ്മുടെ കുട്ടികളെ നല്ല കുപ്പായവും നല്ല വസ്ത്രവും നല്ല പണവും കൊടുത്ത് നമ്മൾ കൈപിടിച്ചാക്കി ഗേറ്റിന്റെ ഇപ്പുറത്തേക്ക് നമ്മൾ നടന്നു പോകുന്നത്. അതിരുകളില്ലാത്ത ലോകത്ത് നമ്മുടെ മക്കൾ എന്താവാൻ? അവർ പറയാനാളില്ലല്ലോ, തിരുത്താനാളില്ലല്ലോ, അവർക്ക് ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ ആളില്ലല്ലോ. നേരെ മറിച്ച് തിന്മകൾക്ക് പ്രേരിപ്പിക്കാൻ എമ്പാടും ആളുകളുണ്ട്. സിനിമകളായി, രാഷ്ട്രീയമായി അവരെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ എമ്പാടും സംവിധാനങ്ങളുണ്ട്. പ്രണയം, പ്രക്ഷോഭം, ഇതൊക്കെയാണ് ക്യാമ്പസിന്റെ മുദ്രാവാക്യങ്ങൾ. ആ എരിവുള്ള മുദ്രാവാക്യങ്ങൾ അവരെ കൊണ്ടുപോകണ്. അവർക്ക് കിട്ടേണ്ട നന്മകളൊന്നും കിട്ടുന്നില്ലല്ലോ. ഒരു ഗാനമേള നടത്താൻ എത്ര ലക്ഷം രൂപ, ഒരു DJ പാർട്ടി നടത്താൻ എത്ര ലക്ഷം? നേരെ മറിച്ച് അതിന്റെ 10-1 അല്ലെങ്കിൽ അതിന്റെ 10-1 മതി ഒരു മതപ്രസംഗ പരമ്പര നടത്താൻ. പക്ഷെ നടക്കുന്നില്ലല്ലോ, നമ്മുടെ കയ്യിൽ കാശില്ല. പക്ഷെ അപ്പുറത്തുണ്ടല്ലോ കാശിനൊരു കുറവില്ല. DJ പാർട്ടികളായി, ഗാനമേളകളായി, ഡാൻസുകളായി, സെലിബ്രിറ്റികളായി, ആഘോഷങ്ങളായി ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. മറുഭാഗത്ത് ഇഷ്ടം പോലെ നടക്കുമ്പോ ഈ നന്മയുടെ ഭാഗം ആകെ ശോഷിച്ചു നിൽക്കല്ലേ. പറയാനും തിരുത്താനും ആളില്ലാത്ത വിധം അവർ ദരിദ്രരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തിന്മയുടെ പിന്നാലെ അവരങ്ങനെ പോകും. അവരെ തിരിച്ചു വിളിക്കാൻ ആളില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു വിശുദ്ധമായ റമദാൻ മാസത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇരുന്ന് നമ്മുടെ യുവത്വത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം സംസാരിക്കേണ്ടത് യുവത്വത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മുടെ കയ്യിൽ എന്ത് മാർഗമുണ്ട്. അവരും നമ്മളും ജീവിക്കുന്നത് 2 കാലഘട്ടങ്ങളിലാണ്. അത് മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ കാലത്ത് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ ആ കാര്യം നടക്കണമെങ്കിൽ ഒരു 3-4 മാസത്തെ പരിധിണ്ടാവും. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ചെറുപ്പത്തിൽ 8ാം ക്ലാസ്സിൽ ഞാൻ ഓർഫനേജിൽ പോയി ചേർന്നപ്പോഴാണ് ആദ്യമായിട്ട് പൊറാട്ടി ചാപ്സും ഇല്ല പ്രയോഗം കേൾക്കണേ. പഴയ കാലത്ത് ഏറ്റവും ഉയർന്ന ഫുഡാണല്ലോ പൊറാട്ടി ചാപ്സും. ഇന്നിപ്പോ ഇതിന് സമാനമായ ഭക്ഷണം എനിക്കറിയാം.
അന്ന് പൊറോട്ടയും ചാപ്സ് എന്ന് പറഞ്ഞാല് അന്നത്തെ ഏറ്റവും വില കൂടിയ ധനികന്റെ ഭക്ഷണം. ഹോട്ടലിൽ കയറിയാല് പൊറോട്ടയും ചാപ്സും കഴിച്ചു പറഞ്ഞാൽ പിന്നെ കാറ്റോ ബർഫിയോ ഒക്കെ ആണ് അന്നത്തെ കാറ്റ്. ഞാനങ്ങനെ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഒപ്പമുള്ളവരാരോ ഈ പൊറോട്ടയും ചാപ്സിന്റെ മധു പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി പൊറോട്ടയും ചാപ്സ് എത്തിക്കണം. 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ് കഴിഞ്ഞ് ഒന്ന് പൈസ വേണം, രണ്ടത് പോയി കഴിക്കാനുള്ള ഹോട്ടലിലേക്ക് എത്താനുള്ള സംവിധാനമാണ്. ഇത് രണ്ടുമില്ല. പിന്നെ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് സ്കൂളിൽ നോട്ട് ബുക്ക് ഉണ്ടാക്കുന്ന പണിയുടെ ആ പണിക്ക് കയറുന്നപ്പോ കുറച്ച് പൈസ കിട്ടി. അപ്പൊ എല്ലാവരും പറഞ്ഞു നമുക്ക് പൊറാട്ടി ചാപ്സ് കഴിക്കാൻ പോയാലോ. 8ാം ക്ലാസ്സിൽ നടന്ന ആഗ്രഹം അത് നടന്നത് 10ാം ക്ലാസ്സിലാണ്, 3 കൊല്ലത്തിന് ശേഷം. ഈ നീണ്ട ഒരു കാലാവധി ഇടയിൽ ഉണ്ടാവുമ്പോഴേ നമുക്ക് ചിന്തിക്കാൻ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന ഈ കാര്യം നല്ലതാണോ ചീത്തയാണോ, പറ്റുമോ പറ്റൂലേ, അതിന്റെ കേടുപാടെന്തൊക്കെ, അത് ഒഴിവാക്കണോ ചെയ്യണോ. ഇപ്പോഴങ്ങനല്ലേ. ഇപ്പൊ നമ്മളെ കുട്ടിക്ക് തോന്നുകയാണ് ഇപ്പൊ എനിക്ക് കുഴിമന്തി കിട്ടണം തോന്നിയാല് ഓന്റെ മൊബൈലിൽ ഇപ്പൊ ഓർഡർ ചെയ്താല് ഓന്റെ കയ്യിൽ ഇപ്പൊ പൊതിരും. പൈസ ഒരു പ്രശ്നമല്ല, സാധനം പ്രശ്നമല്ല, ഇപ്പോഴും. അതുകൊണ്ട് തന്നെ അവര് ചിന്തിക്കുന്ന ഒരു കാര്യത്തില് ശരി തെറ്റുകൾ വേർതിരിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. അപ്പൊ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം പറയാൻ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ചിലപ്പോ കൊല്ലങ്ങൾ കാത്തിരിക്കണം. 8ാം ക്ലാസ് തുടങ്ങിയ പ്രണയം 10ാം ക്ലാസ്സിൽ ചിലപ്പോ പറയാൻ പോകുന്നുണ്ടാവും. പറയാൻ സമയമില്ലല്ലോ. 1.5 മീറ്റർ ചൂരലേക്ക് ഹെഡ് മാസ്റ്റർമാര് വരാന്തകൾ ഭരിക്കുന്ന കാലത്ത് ആർക്കാ പറയാൻ പറ്റുക? ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ഓന് തോന്നിയാല് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓന്റെ കീശയിലെ മൊബൈലിൽ 2-3 അക്ഷരങ്ങൾ നെക്കിയാല് അപ്പത്തോളം ബാഗിന്റെ ഉള്ളിൽ കീ അറിയും. ഓട് ബാഗിന്റെ സിപ്പ് നോക്കിയിട്ട് 2-3 അക്ഷരം നെക്കിയാണ്ട് മാണെന്നോ മാണ്ടെന്നോ പറഞ്ഞാൽ ഓന്റെ ബാഗിൽ ഓന്റെ പോക്കറ്റിൽ നിന്ന് കീ അറിയും. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് സംഗതി നടക്കും. നിശ്ചയം നടക്കും, നിൽക്കാവുന്ന കാലം. അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുകയാണ്. അതുകൊണ്ട് അവർ ചെയ്തു പോവുകയാണ്. അതിന്റെ ശരി തെറ്റുകളൊക്കെ പിന്നെ അറിയാം. പലപ്പോഴും ഈ തെറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, അവർ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് തോളത്ത് പിടിച്ചിട്ട് കൂടെ കൂട്ടിട്ട് പോലെ ഈ ചെയ്ത് ശരിയാണ്. എന്റെ ബാപ്പ നോക്കി അനക്കും വേണ്ടി എത്ര കഷ്ടപ്പെടുന്നത്, എന്റെ ഉമ്മാന്റെ അവസ്ഥ എനിക്കറിയില്ലേ. സത്യമായിട്ടും കുട്ടികളെ കണ്ണുകളെന്നറിയും. ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. എന്റെ അനുഭവം നമ്മുടെ മക്കളുടെ കണ്ണുകളെന്നറിയും. ഒരാളും കുറ്റവാളിയാവാൻ ആഗ്രഹിക്കുന്നവരല്ല, പക്ഷെ അവർ ജീവിക്കുന്ന സാഹചര്യം അവരെ കുറ്റവാളികളാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ്. അതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മളാണ്. നന്മയുടെ ഭാഗം നമ്മുടെ കയ്യിലാണ്. ഒരു സിനിമ ഇറങ്ങിയില്ല, കോടികളിൽ ലാഭം ചെയ്ത ഒരു സിനിമ. മലയാളത്തിലെ സൂപ്പർ സ്റ്റാറാണ് അഭിനയിച്ച്. ആ സിനിമ കോടികൾ ഉണ്ടാക്കി. ആ സിനിമയുടെ പ്രചരണത്തിന് വേണ്ടി മാത്രം 25 കോടി മുടക്കി എന്നാ സംവിധായകൻ പറഞ്ഞു. 25 കോടി മുടക്കിയിട്ടാണ് സിനിമ ഇറങ്ങി. കോടികളിൽ ലാഭം ചെയ്ത് 200 കോടിയോ 300 കോടിയോ ലാഭം ഉണ്ടാക്കി. അപ്പൊ ആ സിനിമയുടെ സംവിധായകനോട് ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് പത്രക്കാര്, ഈ സിനിമ കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അയാൾ പറഞ്ഞ മറുപടി തരാം, ഈ സിനിമ കണ്ട 10 കുടുംബങ്ങളെങ്കിലും ഓരോ വിവാഹബന്ധം ഒഴിവാക്കിയിട്ട് ആണും പെണ്ണും തമ്മിൽ ജീവിക്കുന്ന സൗരഗതിയാണ് ശരി എന്ന് തെരഞ്ഞെടുത്താൽ എന്റെ സിനിമ സാർത്ഥമായി. ആ വൃത്തികേട് പ്രചരിപ്പിക്കാനാണ് 25 കോടി മുതൽ ചെലവാക്കി പ്രചരണത്തിന് വേണ്ടി മാത്രം. അതിനപ്പുറം ഈ ജീവിതത്തിന്റെ അപകടത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കാൻ 25,000 മുടക്കാൻ നമ്മുടെ കയ്യിൽ കാശില്ല. അവിടെയാണ് 25 കോടി തിന്മയ്ക്ക് വേണ്ടി പ്രചരിപ്പിക്കുമ്പോ അതിനെ പ്രതിരോധിക്കാൻ ഒരു 25 ഉറുപ്പിക മുടക്കാൻ സമൂഹത്തിന്റെ കയ്യിൽ കാശില്ലാത്ത കാലം. പിന്നെ ആരെ നമ്മൾ കുറ്റപ്പെടുത്താനൊന്നുമില്ല. ആരും അത്തരം മാനസികാവസ്ഥ ഉള്ളവരല്ല. സാഹചര്യങ്ങൾ തള്ളിക്കൊണ്ടുപോകുക. അതുകൊണ്ട് രണ്ടാമത്തെ വിഭാഗം ആൾക്കാർ ഈ ലോകത്തിന്റെ ഒന്ന് അവനവന്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോയി അതിനും വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാർ ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം കാര്യങ്ങള് ഏതൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും ഈ കാര്യം ഞാൻ ചെയ്താൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എന്നെ വിചാരണക്ക് നിർത്തുമ്പോ എന്റെ മാതാപിതാക്കളുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഞാൻ ഈ ചെയ്ത തെറ്റ് പുനരാവിഷ്കരിക്കപ്പെടുമ്പോ അതിന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ടി വരുമ്പോ പടച്ചോനെ നരകം എന്നെ നരകത്തിലേക്ക് പിടിച്ചു വലിക്കുമ്പോ അപ്പേ ഇതിന്റെ അവസ്ഥ എന്തേക്കാരം എന്ന പേടി മനസ്സിനുള്ളത് കൊണ്ട് ഈ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. അവന്റെ സങ്കേതം സ്വർഗ്ഗേക്കാണ്. അപ്പോ മനുഷ്യനെ തെറ്റിൽ നിന്ന് മാറ്റി നിർത്താൻ
അല്ലാഹു തആല ലോകത്ത് നിശ്ചയിച്ച മാർഗാണ് സ്വർഗ നരകങ്ങളിലുള്ള വിശ്വാസം, അള്ളാഹുവിനുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം. ഇന്നിപ്പോ നമ്മൾ കേൾക്കുന്ന തിന്മകളുണ്ടല്ലോ, ഇതിനേക്കാൾ മോശപ്പെട്ട കാലം ലോകത്ത് മുമ്പുണ്ടായിട്ടുണ്ട്. ഇന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ വൃത്തികേട് ലോകത്ത് മുമ്പുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മനുഷ്യന്മാർ രക്ഷപ്പെട്ടില്ലേ? അവരെ പരിവർത്തിപ്പിച്ചില്ലേ പ്രവാചകന്മാര്? എന്ത് മരുന്ന് കൊടുത്ത് അവതരിപ്പിച്ച്? ഈ മരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗം നരകം പരലോകം. അതാണ് ഖുർആനിൽ മുഴുവനുള്ളത്. ആ ഖുർആൻ തന്നെയാണ് ഇനിയുള്ള ജനതയെയും തിരുത്തുവാനുള്ള മാർഗം. പക്ഷേ നമ്മുടെ ഈ യുവത്വത്തിന്, കൗമാരത്തിന്, ബാല്യത്തിന് ആരാണ് ഈ ഖുർആൻ കൊടുക്കുക? ആരാ പഠിപ്പിച്ചു കൊടുക്കുക? പാഠ്യപദ്ധതികളിൽ ഖുർആൻ ഇല്ല, അവർക്ക് പഠിക്കാൻ അവസരമില്ല. മദ്രസകളിൽ നിന്ന് നേരത്തെ നമ്മൾ അവരെ പിൻവലിച്ചു, A+ കുറയാതിരിക്കാൻ. ഇനി ആരാ ഒരിക്കൽ പറഞ്ഞു കൊടുക്കുക? നമ്മളല്ലാതെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ, എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ മുമ്പിൽ ഇരിക്കുന്ന യുവാക്കളുടെ രക്ഷിതാക്കളോട് ഞാൻ ഒന്നാമതായി പറയട്ടെ, നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കണം. എത്ര അവരെ തിന്മകൾ ശക്തമായിട്ട് പിടിച്ചു വലിക്കാണ്. ലഹരി കിട്ടാൻ പണ്ട് കള്ളു കുടിക്കാൻ വേണ്ടി നമ്മൾ ഒളിച്ചു പാഞ്ഞൊക്കെ പോണ്ടി, കള്ളു കിട്ടാൻ ഇപ്പൊ വേണ്ട. നമ്മുടെ മക്കൾ കിടക്കുന്ന ബെഡ്റൂമിന്റെ വാതിലൊക്കെ കൊട്ടും, പാതിരാത്രി അതിന്റെ ജനലിൽ കൊട്ടും. സാധനം വേണോ? മൊബൈൽ ഫോണിൽ ഗൂഗിൾ പേ 10 രൂപ 100 രൂപ ചെയ്താലേ ചുണ്ടിന്റെ അടിയിലേക്ക് വെക്കാനുള്ളത് നട്ടപ്പാതിരക്ക് ജനലിന്റെ പൊളിയുടെ ഉള്ളിലൂടെ ബെഡിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മൾ ഇരുമ്പിന്റെ ഗ്രില്ല് കൊണ്ട് വീട് കൂട്ടിയിട്ടുണ്ട്, തേക്കിന്റെ കാതൽ കൊണ്ട് വാതിൽ വെച്ച് ഗോത്രത്തിന്റെ പൂട്ടിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുക നമ്മുടെ വീടിന്റെ അകത്ത് മക്കൾ സുരക്ഷിതരാണ്. തുറന്നിട്ട കാറ്റ് കിട്ടാൻ വേണ്ടി തുറന്നിട്ട അവരുടെ റൂമിന്റെ ജനലുകൾക്കിടയിലൂടെ അവർക്ക് വേണ്ടത് ബെഡിലേക്ക് വന്നു വീഴുന്ന കാലത്ത് നമ്മൾ ആരെ പ്രതീക്ഷിക്കാൻ നിൽക്കുക? നമ്മുടെ തലമുറയുടെ കാര്യത്തിൽ നമ്മൾ കൂടി പറഞ്ഞിട്ടാൽ ഞാൻ നിർത്തി, ഞാൻ പറച്ചിൽ നിർത്തി, ഇനി ഓൻ എന്തേലും ആയിക്കോട്ടെ എന്ന് ബാപ്പി ഇനിയും പറയാൻ നിന്നാൽ ഈ ലോകത്ത് ആരുടെ കൂട്ടരെ ഓരോട് പറയാം. അതുകൊണ്ട് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കണം. നല്ല കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ, നല്ല കുട്ടികളാ. കാര്യം മനസ്സിലായുണ്ടല്ലോ, അവർ അത്ഭുതങ്ങൾ ഉണ്ടാക്കും. പക്ഷെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് മനസ്സ് വേണം. 2, അവരെ നമ്മൾ തിരിച്ചറിയണം. അവർ ജീവിക്കുന്ന ലോകം തിന്മകൾ പെരുമഴ പെയ്യുന്ന ലോകം. ഈ പെരുമഴ പെയ്യുന്ന ഈ പള്ളിയുടെ മുറ്റത്തേക്ക് നമ്മുടെ കുട്ടിനെ ഇറക്കി വിടുമ്പോ, മോനെ മഴ നനയരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മഴയത്തേക്കല്ലേ പോണേ? ഒരു കൊടയെങ്കിലും മോനെ കൈ കൊടുത്തിട്ട്, മോനെ ഈ കൊട തുറന്ന് പിടിക്കണം, മോൻ നനയരുതിട്ടോ എന്ന് പറയണ്ടേ? ധാർമ്മികതയുടെ ഒരു കൊട നമ്മുടെ കുട്ടികളുടെ കയ്യിൽ കൊടുക്കാൻ നമ്മളടുത്ത് വേണ്ടേ? അതുണ്ട്. അപ്പോ തൽക്കാലം നമുക്ക് അവരെ വിടാം, ഒരു പാവങ്ങളാ. അവർക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത ഏൽപ്പിക്കപ്പെട്ടവരാ നമ്മൾ. നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കണം, അവരെ നമ്മൾ കൂടെ നിർത്തണം. അവർ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റമല്ല, അവർ മഴയത്ത് കൊടയില്ലാതെയാണ് വന്നത്. അതുകൊണ്ട് ആ തല തുറത്തി കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ച് കവിളത്ത് ഉമ്മ വെച്ച് അവരുടെ ചെവിയിൽ പറയണം, മക്കളെ മഴ നനഞ്ഞാൽ പനിക്കും കേട്ടോ. സ്നേഹം കൊണ്ട് പറയണം. ആ മക്കൾ പാവങ്ങളാ. ചേർത്ത് നമ്മുടെ എനിക്കെപ്പോഴും പല സംസാരങ്ങളിലും മാതാപിതാക്കളെ പറ്റി പറയുമ്പോഴാണ് നമ്മുടെ മക്കളുടെ കണ്ണു നിറയുന്നത്. അവർ അത്രമേൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവർ ദേഷ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോണത്? എന്തുകൊണ്ടാണ് ബാപ്പാനിമാരെ ചീത്ത പറയുന്നത്? അത് അവർ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദത്തിൽ നിന്ന് അവർക്ക് ആശ്വാസം കൊടുക്കാൻ നമ്മളെ മുതിർന്നവർക്ക് സാധിക്കണം. സ്നേഹവും പ്രതീക്ഷയും അവർക്ക് കൊടുക്കണം. അവരെ ചേർത്ത് പിടിക്കണം. അവർക്ക് ദീന് കൊടുക്കണം. അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് നെഞ്ചുരുകി മനമുരുകി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ അപകടകരമായ കാലത്ത് നമ്മുടെ മക്കളെ ആരൊക്കെയോ തട്ടിക്കൊണ്ടുപോകും. അവിടെ ലഹരിയുണ്ട്, അവിടെ വൃത്തികെട്ട ലൈംഗികതയുണ്ട്, അവിടെ തീവ്രവാദമുണ്ട്, അവിടെ നിരീശ്വരവാദമുണ്ട്, അവിടെ പലതുണ്ട്. അതിലേക്ക് നമ്മുടെ കുട്ടികൾ പോകാതിരിക്കാൻ അള്ളാഹുവിന്റെ വെളിച്ചം, ഖുർആനിന്റെ വെളിച്ചം നമ്മൾ കൊടുക്കണം. അത് എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുക? പള്ളി കമ്മിറ്റിയൊക്കെ യോഗം കൂടുമ്പോ എപ്പോഴും നമ്മൾ ഈ പറയുന്ന വയറുണ്ടല്ലോ, ഇതൊരു 40 വയസ്സിന്റെ മേലുള്ള ആൾക്കാർക്ക് ധരിക്കണ കാര്യമാണ്. അതിന്റെ താഴെയുള്ള ആൾക്കാരെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ MSMന്റെ ഹൈസെക് എന്ന സമ്മേളനം, ഹയർ സെക്കൻഡറി, ആ സമ്മേളനങ്ങളിലൊക്കെ 8000 9000 കുട്ടികളൊക്കെ പങ്കെടുക്കുന്നത്. അതും ഹയർ സെക്കൻഡറി കുട്ടികൾ മാത്രം. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എങ്ങനെ വിളിച്ചാലും, സംസ്ഥാന സമിതി വിളിച്ചാൽ പോലും അത്ര കുട്ടികളെ കിട്ടില്ല. കുട്ടികളെ കൊണ്ട് എടുക്കണം. ഓർക്കൊരു ഭാഷ ഈ തലമുറക്ക്
ഓരോ യോയോ ഭാഷ, ആ ഭാഷ നമുക്കറിയാം. ആ ഭാഷ അറിയാത്തതുകൊണ്ട് തന്നെ അവർ നമ്മളെ പിന്തിരിപ്പന്മാരാക്കിയാണ്. മലയാള മനോരമ പത്രം 2024 ഡിസംബർ 31 ഒരു സർവേ നടത്തി. എന്തായാലും ഈ 2024 വർഷത്തില് മലയാള ഭാഷയ്ക്ക് പുതിയതായിട്ട് കിട്ടിയ പദങ്ങളെ കുറിച്ച ചർച്ച. ഓരോ കൊല്ലം പുതിയ പുതിയ പദങ്ങൾ ഉണ്ടാവും ഭാഷയിൽ. അപ്പൊ 2024 ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെട്ട പദം ഏതാണ്? ഏതാ കിട്ടിയത് നിങ്ങള്? തന്തവൈബ് എന്ന പദം. തന്തവൈബ് എന്തായാലും തന്ത എന്ന് പറഞ്ഞ വാപ്പയാണ്. വൈബ് നമുക്കറിയില്ല. വൈബ് പറഞ്ഞാൽ ഒരു അനുഭവമാണ്. അതായത് ഈ തന്തമാരുടെ പഴഞ്ചൻ അനുഭവങ്ങൾ നമ്മുടെ മക്കളെ പേര് അടിച്ചേൽപ്പിക്കുമ്പോ അവർക്കുണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ. കാരണം എന്താ? തലമുറയിലെ മാറ്റാണ്. ഒരു നമ്മളും തമ്മിലുള്ള മാറ്റം, നമ്മൾ കാണാത്തൊരു മാറ്റമാണ്. ആ മാറ്റത്തിന്റെ മതിൽ പൊളിച്ച് അവർക്ക് നമുക്ക് ഒരുമിക്കണം. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ നമ്മളെ നോട്ടിലുള്ള ഒരു 10-20 വയസ്സുള്ള 15-18 വയസ്സുള്ള 3-4 കുട്ടികളെ വിളിക്കും നമ്മളെ മീറ്റിംഗിൽ. അവരോട് ചോദിക്കും, മക്കളെ നിങ്ങളെ പ്രായം എത്ര കുട്ടികളെ പങ്കെടുപ്പിക്കാൻ പറ്റും? അതിനെന്താ വേണ്ടി? ചിലപ്പോൾ ഒരു പറയും ഒരു ഫുട്ബോൾ ടൂർണമെന്റ് വെക്കി ഒരു 100 കുട്ടികൾ വരും, കളിക്കട്ടെ. 1/2 മണിക്കൂർ 100 രൂപ പന്തിന്റെ ചെലവിലുള്ളൂ, കളിക്കട്ടെ. ആ കളിയിലൂടെ ഒരു 100 കുട്ടികൾ ഇത് കേൾക്കാൻ വരുമെങ്കിൽ അത് നമുക്കൊരു ആശ്വാസമല്ലേ? അല്ലെങ്കിൽ ഒരു പറയാ ഈ പള്ളിക്ക് വെച്ചാൽ ആരും വരിക, നിങ്ങളവിടെ ടർഫിൽ വെക്കി, നിങ്ങളെ കടപ്പുറത്ത് വെക്കി, അവിടെ തോന്നെ കുട്ടികൾ വരും. നമ്മൾ ചിന്തിക്കണം, അവർ ജീവിക്കുന്നത് വേറെ ഒരു തലത്തിലാണ്. അങ്ങോട്ട് നമ്മൾ ചെല്ലണം, ഒരു ഇങ്ങോട്ട് വരില്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അവരാണ് നാളത്തെ പൗരന്മാർ, നാളത്തെ ഭാവി. അവർക്ക് ഈ ഹിദായത്തിന്റെ മാറ്റം കൈമാറേണ്ട ചുമതല നമുക്കാണ്. എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും അത് കൈമാറിയേ പറ്റൂ. ഇല്ലെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ ഒരു തലമുറയെ നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് ശരിയായി മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹായ മക്കളായി അള്ളാഹു വളർത്തി വലുതാക്കി തരുമാറാവട്ടെ. നമ്മളോട് കരുണ കാണിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ തളർന്നു പോകുമ്പോൾ നമുക്ക് താങ്ങാവുന്ന നല്ല മക്കളായി നമ്മുടെ മക്കളെ അള്ളാഹു വളർത്തി വലുതാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീന് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വരും തലമുറക്ക് സുരക്ഷിതമായി നൽകുവാനുള്ള ഈമാനും ഇഖ്ലാസും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്റെ ഇന്നത്തെ ഈ സംസാരത്തിന് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ചുങ്കത്തറ എന്ന പ്രദേശത്തിൽ നിന്നാണ് ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ ഓരോ ഓട്ടത്തിനിടയ്ക്ക് ഇന്ന് രാത്രി ഇവിടെയും എത്തിയത്. അതിന് ലക്ഷ്യമുണ്ട്. ആ പ്രദേശത്ത് ഒരു അഗതി അനാഥ മന്ദിരം പ്രവർത്തിക്കുന്നുണ്ട്, ഒരു യതീംഖാന. 150 കുട്ടികളെ പൂർണ്ണമായിട്ട് ദത്തെടുത്ത ഒരു സ്ഥാപനം. അങ്ങനെ ഒരു 150 കുട്ടികളെ ഭാഗികമായിട്ടും ദത്തെടുത്ത് വളർത്തുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കുട്ടികളോട് പറയാനാളില്ല. പറയേണ്ടതൊക്കെ ആ മക്കൾക്ക് പറയേണ്ട പ്രകാരം പറഞ്ഞു കൊടുത്ത് അവരെ വളർത്താൻ ശ്രമിക്കുന്ന ഒരു ക്യാമ്പസാണിത്. മൊബൈൽ ഫോണുകളില്ലാത്ത, TV ഇല്ലാത്ത, സിനിമയില്ലാത്ത, വേണ്ടാത്തരങ്ങളില്ലാത്ത, ഒന്നുമില്ലാത്ത, കൃത്യമായി 5 നേരം ജമാഅത്തായി നിസ്കരിക്കുന്ന, രാവിലെ ഖുർആൻ ക്ലാസ് എടുക്കുന്ന, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കുന്ന, രാത്രി ഖുർആൻ പഠിക്കുന്ന ഒരു തലമുറക്ക് വേണ്ടിയുള്ള ശ്രമമാണ്. ഈ സ്ഥാപനത്തെ പറ്റി പറയുമ്പോൾ 2 കാര്യം പറയട്ടെ. ഒന്ന്, ഈ സ്ഥാപനത്തിൽ കുട്ടികളെ ചേർക്കാൻ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും, നിങ്ങളുടെ പരിചയത്തിലോ എവിടെയെങ്കിലും, ഒന്ന് മാതാപിതാക്കൾ മരണപ്പെട്ടതിന്റെ പേരിൽ സംരക്ഷിക്കാൻ ആളില്ലാതായി പോയ കുട്ടികൾ. 2, മരണപ്പെട്ടിട്ടില്ല, പക്ഷെ ബാപ്പയിലോ പോയി ഉമ്മയിലോ പോയി ഈ കുട്ടികളെ നോക്കാൻ ആളില്ല, പെൺകുട്ടിയാണ് ആൺകുട്ടിയാണ്, അവർ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന കുട്ടികൾ. 3ാമത്തേത്, ബാപ്പയും ഉമ്മയും ഉണ്ട്, പക്ഷെ അവർക്ക് സാമ്പത്തികമായ പരാധീനതയായതുകൊണ്ട് കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. 4, മാതാപിതാക്കളുണ്ട്, ജീവിക്കാൻ സ്വത്തുണ്ട്, പക്ഷെ കുട്ടികൾ ജീവിക്കുന്ന സാഹചര്യം മോശം. കൂട്ടുകെട്ട്, മയക്കുമരുന്ന്, പ്രണയം, മൊബൈൽ ഫോണ്, ആ ദുരന്തത്തിൽ കുട്ടികൾ നശിക്കാൻ സാധ്യതയുണ്ട്. 5, എന്റെ കുട്ടി ഇസ്ലാമികമായ സാഹചര്യത്തിൽ വളരണം, പക്ഷെ എന്റെ ചുറ്റുഭാഗത്ത് അതിന് സൗകര്യമില്ല. ഇതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയെ കുറിച്ച് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, നിങ്ങൾ ചുങ്കത്ര നജാത്തിലൊന്ന് പോയി നോക്കൂ, അവിടെ ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. അത്തരം കുട്ടികളാണ് ആ സ്ഥാപനത്തിലെ കുട്ടികൾ. എവിടെ അത്തരം ഒരു കുട്ടിയെ കുറിച്ച് കേട്ടാലും നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞേക്കാം, പറ്റുമെങ്കിൽ നമ്മൾ എടുക്കും. 2ാമത്തേത്, ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് ഒരു വർഷം 60 ലക്ഷം രൂപയാണ് ചെലവ്. ഒരു ഉറുപ്പിന് സ്ഥായിയായ വരുമാനമില്ല. ബിൽഡിങ്ങുകളില്ല, വാടകയില്ല, വരുമാനമില്ല, ഗ്രാൻഡ് ഇല്ല, ഒന്നുമില്ല.
ആകപ്പാടെ റമദാൻ മാസത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ നൽകുന്ന സക്കാത്തിന്റെ സദക്കയുടെ ഒരു വിഹിതം. ഇതിന് റിസീവർമാരില്ല, പിരിവുകാരില്ല, കമ്മീഷൻ ഏജന്റുമാരില്ല, ഒന്നുമില്ല. ഞാനല്ലാതെ രണ്ടാമത്തെ ഒരാൾ നിങ്ങളോട് ഈ സ്ഥാപനത്തെ പറ്റി പറയൂല. റമദാനിൽ മാത്രം, റമദാൻ അല്ലാത്ത കാലത്ത് ഞാനും പറയില്ല. റമദാനിലെ ഈ ക്ലാസ് ഇതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ തരുന്നത് എന്തോ ഒരു ഉറുപ്പിക കുറയാതെ അത് ആ സ്ഥാപനത്തിലെത്തും. അവിടെ കമ്മീഷനോ അല്ലെങ്കിൽ മറ്റു ഏർപ്പാടുകളോ ഒന്നുമില്ല, അത് അവിടെ എത്തിക്കും. അത് അക്കൗണ്ടിലൂടെ ആണെങ്കിൽ അങ്ങനെയാവാം, നേർക്ക് നേരെയാണെങ്കിൽ അങ്ങനെയാവാം. ഒരു വർഷത്തില് 60 ലക്ഷം രൂപ ചെലവ്, ഒരു മാസത്തില് 5 ലക്ഷം രൂപ ചെലവ്, ഒരു ദിവസത്തില് 15,000 രൂപ ചെലവ്, ഒരു ദിവസത്തെ ഇഫ്താറിന് 15,000 രൂപ ചെലവ്, ഒരു സാധാരണ ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ 15,000 രൂപ വേണം. ഒരു മാസം നമുക്ക് ഏകദേശം 5-6 ലക്ഷം രൂപ ചെലവ്. പെരുന്നാളിന് ഡ്രസ്സ് കൊടുക്കാൻ ഒരു കുട്ടിക്ക് 1000 രൂപ വേണം. ബുക്ക് വേണം, പെന്ന് വേണം, പേന വേണം, ചെരുപ്പ് വേണം, പെൻസിൽ വേണം, ഒക്കെ വേണം, എല്ലാം വേണം. ഇപ്പോ ഒരു സാമ്പത്തിക മാന്യതയുടെ കാലമായതുകൊണ്ട് പണ്ട് മൂസാ നബി പ്രാർത്ഥിച്ച പോലെ പഠിച്ചോനെ എന്റെ കണ്ണ് എന്ത് കിട്ടിയാലും ഇപ്പൊ ആവശ്യം ഉണ്ടല്ലോ, ആ ആവശ്യമുള്ള കാലാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്ന്, നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ സക്കാത്ത് നിങ്ങൾ ഇങ്ങനെ ക്രമപ്രകാരം ഓഹരി കൊടുക്കുമ്പോ ഒരു ഓഹരിയിലേക്ക് ഈ സ്ഥാപനത്തെ കാണുക. 2, നിങ്ങളുടെ സദക്കയുടെ ഒരു ഭാഗം നിങ്ങൾ ഈ സ്ഥാപനത്തിന് കൊടുക്കുക. 3, നിങ്ങളുടെ വീടുകളിലൊക്കെ നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകൾക്ക് നിങ്ങൾ ഫിദിയ കൊടുക്കാറുണ്ടെങ്കിൽ ആ ഫിദിയയുടെ ഒരു അംശം ഈ സ്ഥാപനത്തെ ഏൽപ്പിക്കുക. 4, നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴൊക്കെ ചില നേർച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ, അത്തരം നേർച്ചകൾ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ സ്ഥാപനത്തെ ഓർമ്മിക്കുക. ഇപ്പൊ നിങ്ങളൊക്കെ പാടെ കൂടി എന്തെങ്കിലും തന്നാൽ അത് ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ഇനി റമദാൻ തീരും മുമ്പ് ഈ പറയപ്പെട്ട സക്കാത്തോ സദക്കയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾ ആ സ്ഥാപനത്തിലേക്ക് എത്തിക്കണം. കൂടെ നിങ്ങളുടെ കുടുംബത്തിലോ അയൽപക്കങ്ങളിലോ സൗഹൃദങ്ങളിലോ സാമ്പത്തിക ശേഷിയുള്ള സക്കാത്തും സദക്കയും ഒക്കെ കൊടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് ഒരു സ്നേഹത്തോടെ ഈ സ്ഥാപനത്തെ പറ്റി പറയണം. ഒരു ഓഹരി അവരിൽ നിന്ന് ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ എത്തിക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും നിലമ്പൂർ വഴിക്ക് യാത്രയാവുകയാണെങ്കിൽ ചുങ്കത്ര വരുമ്പോ ഈ സ്ഥാപനം ഒന്ന് കുടുംബസമേതം സന്ദർശിക്കുന്നത് നന്നായിരിക്കും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടാവട്ടെ. നമ്മുടെ കുട്ടികളെ, നമ്മുടെ സ്വന്തം മക്കളെ ചേർത്ത് പിടിച്ച് അവരെ ശത്രു വിഭാഗങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ പ്രാർത്ഥനയോടെ അവരെ കൂടെ നിർത്താൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.